Dr. Manoj, you can proceed. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1706 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് വിവിധ തലങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് വരേണ്ടത്, ഉള്ളിൽ നിന്ന് തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയും സ്വാതന്ത്ര്യമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത്, അതിന്റെ പ്രാധാന്യം എന്ന് എല്ലാവർക്കും അറിയാം. കാരണം മനുഷ്യന്റെ എല്ലാ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ആരോഗ്യം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ആരോഗ്യ മേഖലയിൽ ഈ പത്ര സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം കേരളത്തിന്റെ പത്ര പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്രയോ വർഷങ്ങളായിട്ട് 1847 ആദ്യമായിട്ട് പത്രം തുടങ്ങിയത്. അതിനുശേഷം ഇത്രയും കാലം പുതിയ പുതിയ പത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ പത്രങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പത്രമേഖലയിൽ നിന്നുള്ള വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീ ഷാലു രാജനെ ആദരപൂർവ്വം ക്ഷണിക്കും. അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അൺമ്യൂട്ടാണ്. ഓക്കെ. ഓക്കെ, എത്രയും സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് ലവേഴ്സ്, ഇന്ന് ലോകം മുഴുവൻ പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പൊ ഈ വേളയിൽ നമ്മുടെ IFPHന്റെ ആഭിമുഖ്യത്തിൽ ഈ പത്ര സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നാം ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ആഘോഷ വേളയിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഇസ്മായിൽ സേഠ് അവർകളെയാണ്. വളരെ നേതൃപാടവത്തോടെ നമ്മെ ഏവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഇസ്മായിൽ സേഠ് സാറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് അവർകളെയാണ്. അദ്ദേഹം മുതിർന്ന ഒരു മാധ്യമ പരിശീലകനും മാധ്യമ പ്രവർത്തകനുമാണ്. 28 വർഷത്തോളം അദ്ദേഹം മലയാള മനോരമയിൽ പ്രവർത്തിച്ചു. സ്പോർട്സ് എഡിറ്റർ, ബ്യൂറോ ചീഫ്, അസിസ്റ്റന്റ് എഡിറ്റർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു ചരിത്രകാരനും എഴുത്തുകാരനുമാണ്. നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും സെമിനാറുകളിലും പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശ്രീ ഇഗ്നേഷ്യസ് സാറിനെ ഞാൻ IFPHന്റെ പേരിൽ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ BS ഇന്ദ്രൻ അവർകളെയാണ്. അദ്ദേഹം ജനയുഗം പത്രത്തിന്റെ തിരുവനന്തപുരം റിപ്പോർട്ടറാണ്. അതുപോലെ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം AITUCയുടെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ്, ഒരു ക്ഷീര കർഷകൻ കൂടിയാണ്. ശ്രീ BS ഇന്ദ്രൻ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളും. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി കലാ മാഡത്തെയാണ്. മാഡം കേരള കൗമുദിയിൽ PMD സർക്കുലേഷൻ വിഭാഗം അസിസ്റ്റന്റ് മാനേജറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. മാഡത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നന്ദി പ്രകാശനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള IFPHന്റെ തന്നെ സഹയാത്രികരായിട്ടുള്ള ഡോക്ടർ ഷൈല മാഡം, ഈ യോഗത്തിന്റെ മോഡറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ മനോജ് സാർ എന്നിവരെയും IFPHന്റെ ഭാരവാഹികളെയും ഈ യോഗത്തിന്റെ വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതിക് ലവേഴ്സിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് IFPHന്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷാലു. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടന ചടങ്ങാണ്. അതിനായിട്ട് എത്തിച്ചേരുന്നത് മലയാള മനോരമയുടെ ലേഖകൻ കൂടിയായ ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് ആണ്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സലീംകുമാർ ഡോക്ടർ സലീംകുമാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഔപചാരികമായി അങ്ങയെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങയുടെ ഊഴമാണ്. ഉദ്ഘാടന ചടങ്ങിലേക്കായിട്ട് അങ്ങയെ ആദരവോടെ ക്ഷണിക്കുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ ഇഗ്നേഷ് സാറ് അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, വീണ്ടും മ്യൂട്ടായി.
ഓഡിയോ സിമ്പൽ ഉണ്ടോ സാറേ ലാപ്ടോപ്പിൽ? അതെ അതെ ഓക്കെ 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 തുടങ്ങാമല്ലോ എനിക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ സാരഥികളെ, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഡോക്ടർ സലിം കുമാർ, മാധ്യമ സ്വാതന്ത്ര്യം ആരോഗ്യ മേഖലയിൽ എന്ന വിഷയം അവതരിപ്പിക്കുന്ന ശ്രീ PS ഇന്ദ്രൻ കാര്യവട്ടം, ഇന്നത്തെ ചടങ്ങുകൾ മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ GS മനോജ്, ശ്രീ ഷാലു രാജൻ, ശ്രീമതി SD കല, ഡോക്ടർ ഷൈല, ഈ വെബിനാറിന്റെ ഭാഗമാകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ, മറ്റ് സുഹൃത്തുക്കളെ, മാധ്യമ സ്വാതന്ത്ര്യ ദിനമായ ഇന്ന് മാധ്യമ സംബന്ധമായ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതിലെ യുക്തിക്കും സൗമനസ്യത്തിനും ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പത്രസ്വാതന്ത്ര്യം ആരോഗ്യ മേഖലയിൽ എന്ന വിഷയത്തിന് വല്ലാത്തൊരു പഞ്ചും കാലിക പ്രസക്തിയും ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിഷയാവതാരകനെ കേൾക്കാൻ നാമൊക്കെ കാത് കൂർപ്പിച്ച് ഒരുങ്ങി ഇരിക്കുന്നത്. ഇടർച്ചയില്ലാത്ത തുടർച്ചയിൽ IFPH ഫോറം സംഘടിപ്പിക്കുന്ന 1706-ാമത്തെ വെബിനാറാണ് ഇതെന്ന വസ്തുത അത്ഭുതാതരങ്ങളോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലോ ഗിന്നസ് റെക്കോർഡ്സിന് വേണ്ടിയോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വിനയപുരസരം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 12 വർഷങ്ങളായി ആയുസ്സിനും ആരോഗ്യത്തിനും അലോപ്പതിക്കൊപ്പം ഹോമിയോപ്പതിയുടെ പിന്തുണയും നിരന്തരമായി ആശ്രയിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റഡ് ചികിത്സാ രീതിയുടെയും ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിന്റെയും വക്താവാണ് ഞാൻ. 2 മക്കളാണ് എനിക്ക്. മൂത്തയാളും SBI ചീഫ് മാനേജറുമായ നോയൽ ഗൊൺസാൽവസിന്റെ ഭാര്യ ഡോക്ടർ നീന റോഷ്നി ഫിഗരാദോ ഒരു ഹോമിയോ ഡോക്ടർ മാത്രമല്ല, നീനയുടെ മാതാപിതാക്കളും അറിയപ്പെടുന്ന ഹോമിയോ ഡോക്ടർമാരാണ്. ഡോക്ടർ നെൽസൺ ഫിഗരേദയും ഡോക്ടർ ആനി ഫിഗരേദോയും. ഞാൻ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സേവനങ്ങളുടെ ഒരു ഗുണഭോക്താവ് ആണെന്ന വസ്തുതയ്ക്ക് അടിവരയിടാനാണ് വ്യക്തിപരമായ ഇക്കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. സർക്കാരും മാധ്യമങ്ങളും ഹോമിയോപ്പതിയോട് നീതി കാട്ടുന്നില്ല എന്ന പരാതി അനേക വർഷങ്ങളായി പരക്കെ ഉണ്ട്. നീതിവിരുദ്ധമായ തമസ്കരണങ്ങൾ നടക്കുന്നു എന്നതും വസ്തുതയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്താണ് ഇതിനൊരു പരിഹാര മാർഗം? വിഷയാവതാരകന്റെ ടെറിട്ടറിയിലേക്ക് അതിക്രമിച്ച് കടക്കാതെ വളരെ ഹ്രസ്വമായി എൻ്റെ ചിന്തയിൽ ഉയരുന്ന ചില മറുപടികൾ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ നൽകാൻ ശ്രമിക്കുകയാണ്. ലോകത്തെ ആഗോള ഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി ശാസ്ത്ര, സാങ്കേതിക, സാമ്പത്തിക രംഗങ്ങളിൽ നടന്നു പോകുന്നത്. അപരനോടുള്ള പരിഗണനയും നീതിബോധവുമാണല്ലോ ഗ്രാമത്തിന്റെ മുഖമുദ്ര. ഗ്രാമത്തിന്റെ വിശുദ്ധി, നന്മകൾ നിറഞ്ഞ നാട്ടിൻപുറം എന്നൊക്കെ കവികൾ പാടിയിട്ടുള്ളത് ഓർക്കുക. നിർഭാഗ്യവശാൽ ഉണ്ടായത് എന്താണ്? ഉണ്ടായത് ആഗോള ഗ്രാമമല്ല, ഉണ്ടായത് ആഗോള ചന്തയാണ്. കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം അതിരുകളെല്ലാം മായ്ക്കപ്പെട്ട ഒരു ആഗോള ചന്ത. അവിടെ യാതൊരു തടസ്സങ്ങളും ഇല്ല ഒന്നിനും. വില്ലേജ് അല്ല, ഗ്ലോബൽ മാർക്കറ്റ്. ചന്തയ്ക്ക് ചന്തയുടെ മൂല്യമേ ഉണ്ടാവുകയുള്ളൂ. ചന്തയുടെ വാല്യൂ സിസ്റ്റം ആയിരിക്കും ചന്തയിൽ പുലരുക. അപ്പോ ചന്തയുടെ മൂല്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ചന്തയെ നയിക്കുന്ന മുഖ്യമായ മൂല്യം ലാഭമാണ്, പണമാണ്. ലാഭമുണ്ടാക്കുന്നവനാണ് മഹാൻ. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ഈച്ച് വൺ ഫോർ ഹിംസെൽഫ് ആൻഡ് ദ ഡെവിൾ ടേക്സ് ദ ഹിൻഡർ മോസ്റ്റ്. ഓരോരുത്തരും അവനവന് വേണ്ടി ഏറ്റവും പിന്നിലുള്ളവന്റെ കാര്യം ചെകുത്താൻ നോക്കിക്കൊള്ളും എന്നതാണ് ഈ ആഗോള ചന്തയുടെ ഒരു മുഖമുദ്ര, മനോഭാവം. അതുകൊണ്ടാണല്ലോ ജന്മം നൽകിയ, വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ പോലും നടതള്ളപ്പെടുന്നത്. അങ്ങനെ ആയുഷ് സിസ്റ്റംസിന്, വിശേഷിച്ച് ഹോമിയോപ്പതിക്ക് അർഹമായ നീതിയും അംഗീകാരവും ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നതാണ് പ്രസക്തമായ ചോദ്യം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യം.
അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച നിങ്ങളുടെ ഈ വെബിനാർ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. 1706 അല്ലെങ്കിൽ 7 ഒരു ദിവസം മുടങ്ങാതെ അതിങ്ങനെ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇത് കേൾക്കുന്നു. ഇത് നമ്മൾ ആഗോള ചന്തയിൽ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോ എന്നെ പോലെ ഇങ്ങനെ ഈ സിസ്റ്റവുമായും എൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ വ്യാപരിക്കുന്ന ഒരു കർമ്മമണ്ഡലത്തിൽ അവരോട് ബന്ധപ്പെട്ട ഒരാളാണ് ഞാനെങ്കിലും എനിക്ക് ഇത് പുതുമയാണ്, എനിക്ക് പുതിയ അറിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പരാതിപ്പെടാനും ഒക്കെ അവകാശമുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. ഒന്ന് ധ്വനിപ്പിക്കുകയാണ്. അത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുന്ന ആ ഒരു ഇന്ദ്രജാലവും കൂടിയാണ്. അപ്പോ ഇത് അർഹമായ നീതി അംഗീകാരം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണല്ലോ ചോദ്യം. പത്രം, നമ്മൾ പൊതുവെ പരാതിപ്പെടുന്നത് പത്രമാസികകളെ കുറിച്ചാണ്. ഇപ്പൊ ടെലിവിഷനെ കുറിച്ചും പരാതി ഉയരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകൾ ഒരു 25 കൊല്ലം ഇപ്പോഴും പുറകിലാണ്. എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ടെലിവിഷൻ അങ്ങേയറ്റം കാലഹരണപ്പെട്ട് കഴിഞ്ഞു. മാസികകളും കാലഹരണപ്പെട്ട് കഴിഞ്ഞു. പിന്നെയും അല്പം പൊടിപ്പോടുകൂടി അല്പം പ്രത്യാശയിൽ നിൽക്കുന്നത് പത്രങ്ങളാണ്. ആ പത്രങ്ങളെ നയിക്കുന്ന മൂല്യബോധം എന്ന് പറയുന്നത് ഈ കമ്പോള വ്യവസ്ഥിതിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏത് വിധത്തിലുള്ള ലാഭം എന്ന ഒരേ ഒരു പരിഗണനമാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയില്ല, നന്മയില്ല, കരുതലില്ല. ഇതൊക്കെയാണല്ലോ വൈദ്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഒരു വൈദ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം കറപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അധികം ആളുകൾ തുറന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ട് ഞാൻ തുറന്നു പറയട്ടെ, വളരെ പ്രാകുന്ന ഒരു കൂട്ടരായിട്ട് മാറിയിട്ടുണ്ട്, പ്രാകപ്പെടുന്ന കൂട്ടരായിട്ട് മാറിയിട്ടുണ്ട് ഈ മെഡിക്കൽ രംഗത്തുള്ള ആളുകൾ. അത് കാരണം ചുമ്മാ ലാഭത്തിന് വേണ്ടി, അത് അവയവ മാഫിയ ആയാലും മറ്റു തരം മാഫിയകളായാലും നമുക്ക് കേട്ടാൽ ഭയം തോന്നുന്ന എന്തെല്ലാം പിന്നെ ഗതികെട്ട അല്ലെങ്കിൽ എത്ര പിന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവിടെയെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുള്ളത്. പക്ഷേ ആ സമയത്ത് മാധ്യമങ്ങളുടെ ഒപ്പം നിൽക്കാൻ പലപ്പോഴും പൊതുസമൂഹമോ മറ്റുള്ളവരോ തയ്യാറാവുകയില്ല ഇത്തരം ഘട്ടത്തിൽ. കാരണം അയാളുടെ ഡോക്ടർ ദൈവമാണ്, വേറൊരാളോട് കടുകൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല. അപ്പോ ഈ താരതമ്യേന ഈ തരം ഈ ദുരവസ്ഥ വന്നു ഭവിക്കാത്തത് ആയുഷ് സിസ്റ്റംസ് ആണ്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് ഇവിടെ നമ്മുടെ വിഷയമല്ല അത്. അപ്പോ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഞാൻ പറയുന്നത്, ഇന്ന് ലോകം ഭരിക്കുന്നത് നവസാങ്കേതിക വിദ്യകളാണ്. ഈ നവസാങ്കേതിക വിദ്യകളെ നമ്മൾ ഉപയോഗിക്കണം. ഞാൻ നേരത്തെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഡിഡ് വി അപ്ലൈ ഫോർ ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ്? ഇതൊരു വേൾഡ് റെക്കോർഡ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾ നമുക്ക് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യിക്കാം, മാധ്യമങ്ങളിൽ വരുത്താം, അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ. അപ്പോ നവമാധ്യമങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. പക്ഷേ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ, സൈബർ സ്പേസിലെ സാന്നിധ്യത്തിന് ആനുപാതികമായിട്ടാണ് വ്യക്തിയുടേതായാലും പ്രസ്ഥാനത്തിൻ്റെതായാലും ഒരു കരിയറിൻ്റെതായാലും അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഫഷന്റെ ആയാലും എന്തായാലും അതിൻ്റെ മൂല്യവും വലിപ്പവും നിർണയിക്കപ്പെടുക. അതുകൊണ്ടാണല്ലോ ചില പിന്നെ അഭിഭാഷകരും ചില സിനിമാക്കാരും ഒക്കെ അവരെ കുറിച്ച് തന്നെ ചീത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്ത കാര്യമൊന്നുമില്ല. കാരണം ഇന്നിപ്പോൾ AI വന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഏതെന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ നമുക്ക് ഇത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ ഊന്നണം. നമുക്ക് നമ്മുടെ സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഒരു PRO ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ഒരു പെയ്ഡ് പോസ്റ്റ് ആയാൽ പോലും തരക്കേടില്ല. കാരണം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും കാരണം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളുമായിട്ട് പോകണം. അല്ലെങ്കിൽ ബൈ ടേൺ റൊട്ടേഷനിൽ നമ്മളിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ പബ്ലിക് റിലേഷൻസിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളിലും ഒക്കെ നല്ല വ്യുൽപ്പത്തിയും മാനസികമായ അടുപ്പവുമുള്ള ആളുകൾ
ഹോമിയോ ഡോക്ടേഴ്സിന്റെ ഇടയിലുണ്ട്. അപ്പൊ അവര് വോളണ്ടിയർ ചെയ്യുക ഇത്ര പീരീഡിന് എന്നൊക്കെ. അപ്പൊ കാരണം അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് സാധാരണ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, നോബഡി ക്യാൻ ഡിസ്ട്രോയ് ദ സെയിന്റ് പോൾസ് കത്തീഡ്രൽ വിത്ത് എ ടൂത്ത് പിക്ക് എന്ന് പറയും. ഒരു പല്ല് പിന്നെ ഇതും കൊണ്ട് സെയിന്റ് പോൾസ് കത്തീഡ്രൽ നശിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും. അപ്പോൾ ആനുപാതികമാണിത്. വെല്ലുവിളിയുടെ ശക്തി എത്രമാത്രം, അതിന് ആനുപാതികമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. അതിന് നവസാങ്കേതിക വിദ്യകളെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമുക്ക് ഒരു ഡാറ്റ ബാങ്ക്, ഒരു നല്ല ഡാറ്റ ബാങ്ക് ചില പ്രധാനപ്പെട്ട കേസ് സ്റ്റഡികളുമായി ബന്ധപ്പെട്ട് വളരെ ശാസ്ത്രീയമായി ചില കേസുകൾ നിങ്ങൾ ട്രീറ്റ് ചെയ്തത്, അത് ക്യൂർഡ് ആയത്, അതിൻ്റെ ടെസ്റ്റിമോണി, ഈ തരത്തിൽ നമുക്ക് ഒരു ഡാറ്റ ബാങ്ക്. കാരണം സാധാരണ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ പറയും ലെറ്റ് ഫാക്ട്സ് സ്പീക്ക്. അപ്പൊ ഇതൊക്കെ വസ്തുതകളാണ്. അപ്പൊ വസ്തുതകളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോ വേറൊരു തരത്തിൽ എനിക്ക് ഒരു ചിന്ത വന്നത്, നിങ്ങളുടെ ഈ പ്രധാനപ്പെട്ട ചില എത്രയോ ഹോമിയോ ഡോക്ടർമാരുടെ വലിയ VIP ക്ലയന്റീലിനെ എനിക്ക് പരിചയം. വലിയ നടന്മാർ, വലിയ ഈവൺ അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പോലും അങ്ങനെയൊക്കെയുള്ള ഇത്തരം കാര്യങ്ങൾ അവരുടെ ഒരു പിന്നെ ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം നിങ്ങളുടെ VIP ക്ലയൻസിന്റെ ഒരു ഡാറ്റ ബാങ്കും അത് നിങ്ങൾക്ക് ഏതായാലും ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാഗം ഇതാവണം. ലേറ്റസ്റ്റ് ആയ ചില അച്ചീവ്മെന്റ്സ്, ലേറ്റസ്റ്റ് ആയ ചില പുതിയ കാര്യങ്ങൾ, അങ്ങനെ അത്തരം കാര്യങ്ങൾ അതിൽ വരണം. അപ്പോ മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നമ്മുടെ ശക്തിയെ കഴിയുന്നതും ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിമർശനം നല്ലതുമാണ്, ചില ഘട്ടങ്ങളിൽ ആവശ്യവുമാണ്. പക്ഷെ വിമർശനം കൊണ്ട് ഈ നമുക്ക് എന്താണ് ത്രോയിങ് ദ ബേബി വിത്ത് ദ ബക്കറ്റ് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവാൻ പാടില്ല. അത് ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് പറയുന്നതല്ല. ഇപ്പോൾ ഏറ്റവും അധികം മൂല്യച്യുതി ഉണ്ടായിട്ടുള്ള രണ്ട് മേഖലകൾ, ഒന്ന് മാധ്യമങ്ങളും ഒന്ന് മെഡിക്കൽ രംഗവും. അത് ഫാക്ട്സ് വെച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ മാധ്യമങ്ങളോടൊപ്പം ഒരു കാലഘട്ടത്തിൽ നിൽക്കാതിരുന്നത് കൊണ്ട് അവര് ഈ കമ്പോള മൂല്യങ്ങളുടെ പുറകെ പോകാൻ നിർബന്ധിതരാകും. കാരണം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവര് പറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുമെന്ന് കണ്ട ആളുകൾ അവര് ടാക്ടിക്കലായ നിശബ്ദത പാലിക്കുക എന്നൊക്കെ വരുമ്പോൾ, അപ്പോ അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എൻ്റെ അറിവില് കേരള ഹൈക്കോടതിയിലെ ആദരണീയനായ ഒരു ജഡ്ജ് ഹോമിയോയുടെ വലിയ ഒരു ഉപാസകനാണ്. അദ്ദേഹത്തിന്റെ മകൾ ഒരു ഹോമിയോ ഡോക്ടറാണ്. ആൻഡ് ഷീ ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ. അത് അദ്ദേഹത്തിന്റെ ഏക മകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു VIP ഡാറ്റ ബാങ്ക് ഓഫ് സപ്പോർട്ടേഴ്സ്. അപ്പോ ഇങ്ങനെ ഒരുപാട് പല കാര്യങ്ങളും എനിക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും കഴിഞ്ഞ 12 കൊല്ലമെങ്കിലും ആയിട്ട് ഇത് ആശ്രയിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കൊന്നും ഒരു മടിയില്ല. ഇതിപ്പോ ഈ പറയുന്ന സംഗതി മലയാള മനോരമയിൽ വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് മുഴുവൻ ആളുകൾ ഇങ്ങനെ വായിക്കുകയാണെന്ന്? നേരെ മറിച്ച് ഒരു നല്ല PRO, നല്ല ഭാഷാ ശുദ്ധിയും ഭാഷാ ശൈലിയുമുള്ള ഒരാള് ഇത് ഭംഗിയായിട്ടൊന്ന് എഴുതി സോഷ്യൽ മീഡിയയിലേക്ക് ആ ക്യൂർഡായ മനുഷ്യന്റെ ഒരു ടെസ്റ്റിമണി സഹിതം പോയാൽ അതിന്റെ റീച്ച്, അതിന്റെ വ്യൂ ഒക്കെ തന്നെ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരും. 1706 എന്ന് പറയുന്ന ആ സംഭവം നിങ്ങൾ വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കണം. ഇത് മാർക്കറ്റാണ്. അപ്പോ അതുകൊണ്ട് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആദരണീയനായ ജഡ്ജ് ഈ 1706 എവിടെയെങ്കിലും പങ്കാളിയായിരുന്നോ? ആയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ആ ശുഷ്കാന്തിയെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ പോരായികകൾ ഇത്തരം കാര്യങ്ങളിലാണ് വന്നുകൂടുന്നത്.
അപ്പോൾ ഞാൻ ഒരു ഈ പിന്നെ ചികിത്സാ രീതിയുടെ ഒരു ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ എൻ്റെ പല സുഹൃത്തുക്കളും, നേരത്തെ ബന്ധുക്കളെ പറഞ്ഞു, ഡോക്ടർ സലീമിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അഷ്റഫ്, ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ 28 വർഷത്തെ സേവനത്തിന് ശേഷം മലയാള മനോരമ വിട്ടിട്ട് 2007 അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും എനിക്കറിയില്ല. എൻ്റെ കാലത്ത് വളരെ മിടുമിടുക്കരായ 2 or 3 ഹോമിയോ ഡോക്ടർമാരെ കുറിച്ചുള്ള ഫീച്ചറുകൾ മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. മിക്കവാറും അവർ മരിച്ചപ്പോഴാണ്, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങളുടെ കട്ടിങ്സ്, ഇത്തരം സാധനങ്ങളുടെ ഒരു ആർക്കൈവൽ മെറ്റീരിയൽ നമുക്ക് സൂക്ഷിക്കാനുണ്ട്. ഇപ്പോ ഇംഗ്ലണ്ടില് അതുപോലെ തന്നെ സ്പെയിനില് രാജകുടുംബത്തിൽ ചില ആളുകൾ ഹോമിയോ ചികിത്സ നടത്തുന്നവരുണ്ട്. സ്പെയിനിലെ ഒരു സോഫിയ രാജ്ഞി എനിക്ക് ഓർമ്മയിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ധർമ്മയുദ്ധത്തിന്റെ മുമ്പിൽ ആത്മവീര്യത്തോടെ നിൽക്കുന്നവരാണെന്നുള്ള ഒരു ബോധം നമുക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ ചെറിയ ചിന്തകളൊന്ന് അല്പം പ്രകോപിപ്പിക്കാനോ പ്രചോദിപ്പിക്കാനോ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവസരം തന്ന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദത്തോടുകൂടിയും സമ്മതത്തോടുകൂടിയും ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി സർ. വളരെ ഉജ്ജ്വലമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു സെഷൻ അങ്ങയിൽ നിന്ന് തന്നെ വേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലായി. കാരണം ഒരു പത്രപ്രവർത്തകന്റെ തലച്ചോറിനും ചിന്തയ്ക്ക് എത്രത്തോളം ആഴമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളായിരുന്നു. ഇപ്പൊ ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഡോക്ടർ ഐസക് മത്തായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രമുഖരായ പല വ്യക്തികളും തിരുവിതാംകൂർ രാജകുടുംബത്തിന് അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പരമാവധി അങ്ങ് പറഞ്ഞൊരു മാർഗത്തിൽ കൂടെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പരിമിതികളുണ്ടെങ്കിൽ കൂടി തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും പ്രമുഖമായ ഒരു സെഷൻ തന്നെ പത്രപ്രവർത്തകരെ മാധ്യമത്തിലേക്ക് അടുപ്പിക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന് ആശംസകൾ പറഞ്ഞിട്ട് മുഖ്യപ്രമാണത്തിലേക്ക് പോകാം. കേരള മോദിയുടെ ഈ പറഞ്ഞ മുന്നണി പോരാളിയായ കലാമേളത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. മാഡം. പത്രത്തിനുണ്ട് അശ്രാന്ത നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു സർ. ഞാന് ഇന്ന് ഓഫീസിൽ അത് ഒത്തിരി തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഓടി വരികയായിരുന്നു. കാരണം കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പാണ് ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അതിന് ശേഷം ഒരുപാട് പ്രാവശ്യം എന്നെ മനോജ് സാറ് പല പരിപാടിക്ക് വിളിച്ചിരുന്നെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം, അതുകൊണ്ട് ഇന്ന് വിളിച്ചപ്പോൾ, അതുപോലെ പത്രസ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് കൊണ്ട് ഒരു പത്രപ്രവർത്തക എന്നുള്ള രീതിയിലും എനിക്കത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഉദ്ഘാടകൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഹോമിയോപ്പതിയുടെ പ്രാധാന്യവും അത് ജനങ്ങളിൽ എത്തിക്കേണ്ട വിധത്തെക്കുറിച്ചും അത് മാധ്യമത്തിലൂടെ എങ്ങനെ നമുക്ക് അതിനെ പ്രചരിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചും അതിൻ്റെ ഈ ഒരു വെബിനാറിനെ കുറിച്ചും വെബിനാറിന്റെ നല്ല വശങ്ങളും അത് നമ്മൾ ജനങ്ങളിലേക്ക് വെബിനാർ വഴി ഹോമിയോപ്പതി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഒരു തടസ്സം നിൽക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു പത്രസ്വാതന്ത്ര്യം എത്രത്തോളം നമുക്ക് ഓരോ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ ഇന്ന് ഇതിനകത്ത് മറ്റ് പത്രങ്ങളിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനായിട്ട് ഈ ഒരു വെബിനാറിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു പരിധി വരെ എപ്പോഴും നമുക്കൊരു പത്രം വഴി ഏതൊരു കാര്യത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ ഈ പത്രത്തിൽ നിന്നതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്നതാണ്. ഒരു വാർത്തയോ മറ്റു കാര്യങ്ങളോ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മുൻപും പിൻപും ആലോചിച്ച് കൊടുക്കുന്ന തരത്തിലേക്കൊരു പത്രസ്വാതന്ത്ര്യം എപ്പോഴും നമുക്കൊരു തടസ്സം നിൽക്കുന്ന പല ഘട്ടങ്ങളും നമ്മുടെ അനുഭവത്തിലൂടെ വന്നിട്ടുണ്ട്. മറ്റുള്ള മെഡിക്കൽ ശാസ്ത്ര രംഗങ്ങളിൽ ഉള്ള ചില കടന്നുകയറ്റങ്ങളും അല്ലെങ്കിൽ തന്നെയും അതിൽ നമുക്ക് അറിയാലോ, ഏതെങ്കിലും ഒരു ശാസ്ത്രവിങ് അമിതമായി അത് മാർക്കറ്റ് ചെയ്യുകയും അതിൻ്റെ ലാഭേച്ഛ കാണുകയും അതിനെ ജനങ്ങളിൽ എങ്ങനെ ചൂഷണം ചെയ്ത് അവരിലേക്ക് ഇറക്കി അത്
എത്രത്തോളം ലാഭം കൊയ്യാം എന്നുള്ള തരത്തിലുള്ള പല പല കാര്യങ്ങൾ വന്നെങ്കിൽ പോലും വലിയ വൻകിട ശക്തികളുടെ മുന്നിൽ പലപ്പോഴും പല പത്രസ്വാതന്ത്ര്യങ്ങളും തടസ്സമായി അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഇവിടെ എന്നെക്കാളും അറിവുള്ള വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ പത്രസ്വാതന്ത്ര്യത്തിന്റെ ഒരു സർവേ എടുക്കുമ്പോൾ പോലും ഏറ്റവും ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏകദേശം 158-ാമത്തെയോ എന്തോ സ്ഥാനമാണ് പത്രസ്വാതന്ത്ര്യത്തിന് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. പാകിസ്ഥാനേക്കാളും ബാക്കിലോട്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 180ഓളം രാജ്യങ്ങളാണ് ഈ ഒരു ഘടനയിൽ വന്നിട്ടുണ്ടെങ്കിലും അതിന് 158-ാമത്തെ സ്ഥാനം എന്തോന്നാണ് നമുക്ക് ഇന്ത്യക്ക് നിലവിൽ ഒരു പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പത്രസ്വാതന്ത്ര്യം എടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ പത്രമാധ്യമ രംഗത്ത് നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് സങ്കടകരമായിട്ടുള്ള അവരുടെ ശരിയായ വഴി മാർഗതടസ്സം നിൽക്കുകയും അവരുടെ ജീവഹാനികൾ സംഭവിക്കുകയും അതിനോടൊപ്പം ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒത്തിരി മാധ്യമ പ്രവർത്തകർ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഇന്നും നമ്മുടെ ഇന്ത്യയിൽ നിലകൊള്ളുകയാണ്. ആ ഒരു സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല, സാധിച്ചിട്ടുമില്ല. ഇനി അങ്ങോട്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോമിയോപ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നാലും മറ്റ് ദൈനംദിന ജീവിതത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിരുന്നാലും എപ്പോഴും നമ്മൾ ഓടിയെത്തുന്നത് ഹോമിയോപ്പതിയെ ആയിരിക്കും. അത് ഉറപ്പാണ്. ഈ അലോപ്പതിയും മറ്റു കാര്യങ്ങളും ആയുർവേദം ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഒരുപാട് സെമിനാർ ഈ സൂം മീറ്റിങ്ങുകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് പ്രധാനപ്പെട്ടയും വ്യക്തിത്വങ്ങളാണ് ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. അവരെല്ലാം ഹോമിയോപ്പതി പറയുമ്പോഴത്തേക്കും അവർ ഒരു പ്രാവശ്യമെങ്കിലും ഹോമിയോപ്പതി ഉപയോഗിച്ചവരാണെന്ന് പറയുന്ന പല വ്യക്തിത്വങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് VIP-കളാണ്. അതൊരു ഡേറ്റ ഒരു ശേഖരണ സാറ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ അതിനോട് അഭിപ്രായമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡേറ്റ നമ്മൾ തയ്യാറാക്കി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രൊമോട്ടിങ് ഒരു ഹോമിയോപ്പതി പ്രൊമോട്ടിങ് ഫോറമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ. ഇതിന് കൂടാതെ ഈ ഹോമിയോപ്പതി അവരുടെ മെഡിസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പുറമെ നമുക്കറിയാം ഒരു മാസത്തിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട ദിവസങ്ങളെ ഇവന്റുകളെ അവര് പൊതുജനങ്ങളെ ആ ദിനങ്ങളുടെ പ്രാധാന്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഒരു പത്രസ്വാതന്ത്ര്യ ദിനമാണ്. അവിടെയും ഒരു ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം അവിടെ ജനങ്ങളിലേക്ക് ഇന്ന് പത്രസ്വാതന്ത്ര്യ ദിനമാണ് എന്ന് അറിയിക്കാൻ അല്ലെങ്കിൽ ആ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരുപാട് സൂം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയാണ്. പല മീറ്റിങ്ങുകളിലും എൻ്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ എനിക്കൊന്ന് കയറാനൊക്കെ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്, പലപ്പോഴും സാധിക്കാതെയും വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ കേരളകൗമുദിയുടെ പ്രവർത്തനങ്ങളിൽ തന്നെ ഒരുപാട് പ്രാവശ്യം IFPH ഒരുപാട് കേരളകൗമുദിയോട് കൈകോർത്ത് ഒരുപാട് പരിപാടികൾ ഈ കഴിഞ്ഞ ഹോമിയോപ്പതിക് ഡേയിൽ പോലും വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ അരീപ്പർ മഠത്തിൽ അവിടുത്തെ ശിവേരി ശ്രീനാരായണ സെൻട്രൽ സ്കൂളുമായിട്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ട് ഒരു 1 ഡേ പ്രോഗ്രാം ഏകദേശം രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന 4 സെക്ഷൻസ് ആയിട്ട് കുട്ടികളുടെ വിനോദവും വിജ്ഞാനവും ആനന്ദവും ആരോഗ്യവും പരമായിട്ടുള്ള കാര്യങ്ങളെ കോർത്തിണക്കി അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നൊരു ദിവസം ചിലവഴിച്ച് അതിനൊപ്പം നിന്നത് ഹോമിയോപ്പതിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൂടാതെ ഈ പറഞ്ഞതുപോലെ മറ്റെല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളെയും ഒരു മാസത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ പരിപാടികളൊക്കെ 3-4 സ്പെഷ്യൽ ഇതുപോലത്തെ പരിപാടികൾ ഈ സൂം മീറ്റിങ്ങിൽ കൂടി സംഘടിപ്പിക്കുന്നതുണ്ട്. അപ്പം ഇതിന്റെ എന്ത് പ്രവർത്തനത്തിനായിരുന്നാലും ഒരു കേരളകൗമുദിയുടെ ഇപ്പോഴത്തെ ജീവനക്കാരി എന്ന നിലയിൽ കേരളകൗമുദി പത്രത്തിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഈ
ഒരു സംഘടനയ്ക്കും ഇതിന്റെ പ്രവർത്തനത്തിനും ഇതിന്റെ പ്രൊമോഷനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കേരളമന്ത്രി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഇതിനകത്ത് എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം കുറേ ഇതിനകത്തുള്ള നല്ല നല്ല ഡോക്ടേഴ്സിനെ പരിചയപ്പെടാനും സ്വാതന്ത്ര്യത്തോട് അവരോട് സംസാരിക്കാനും സന്തോഷം പങ്കിടാനും എല്ലാത്തിനും എനിക്ക് പല അവസരങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മനോജ് സാറ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് കേരളമന്ത്രിയോടും വ്യക്തിപരമായിട്ടും എല്ലാം ഇതുവരെ ഉള്ള ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ഞങ്ങളോട് യോജിച്ച് നിന്നും നമ്മുടെ സപ്പോർട്ട് ചെയ്തും നമ്മുടെ ഭാഗത്തു നിന്ന് ഹോമിയോപ്പതിക് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുള്ള സപ്പോർട്ടുകൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയെടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിലാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള നമ്മളോട് സഹകരണവും മുന്നോട്ടും ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ഒരു സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരുന്നു. ഈ ഒരു മീറ്റിങ്ങിൽ ഇന്ന് പങ്കെടുക്കാനും അന്ന് ഞാൻ നല്ല ടയേർഡാണ്. രാവിലെ പോയിട്ട് വൈകിയാണ് വന്നത്. പോയിട്ട് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പൂവാറിനടുത്താണ്. ഓഫീസിൽ നിന്ന് വന്ന് ഒത്തിരി ദൂരമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇനി ഇതിന്റെ മുഖ്യപ്രഭാഷണം നടത്താൻ ഇന്ദ്രൻ സാറ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇന്ന് എനിക്കതും കേൾക്കാം. എന്ത് തന്നെയായിരുന്നാലും എന്നെ ഈ പരിപാടി വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി മാഡം. നമുക്ക് മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. ശ്രീ ഇന്ദ്രൻ സാർ, അൺമ്യൂട്ട് ചെയ്യാമോ സാർ? ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ. നമ്മുടെ ഈ കേൾക്കാലോ? കേൾക്കാം സാർ, കേൾക്കാം. നമ്മുടെ ഈ വെബിനാർ 1706 ലക്കം ഉദ്ഘാടനം ചെയ്ത പ്രമുഖ പത്രപ്രവർത്തകനായ ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് സാർ ഈ പരിപാടിയുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ്, സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലു രാജൻ, ശ്രീമതി കല എസ് ഡി, അസിസ്റ്റന്റ് മാനേജർ PMD സർക്കുലേഷൻ കേരള കൗമുദി, നന്ദി പ്രകാശം നടത്തുന്ന ഡോക്ടർ ശ്രീമതി P ശൈല, പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, വളരെ പെട്ടെന്ന് അവിചാരിതമായിട്ടാണ് ഇത്തരത്തിലൊരു വെബിനാറിൽ പങ്കെടുക്കുവാനുള്ള ഒരു ക്ഷണം മിനിയാന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായിരുന്നതുകൊണ്ടും ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ചില പങ്കുകൾ വഹിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടും അതിൻ്റെ ചില അനുഭവങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാനിത് ഇതിൻ്റെ ബ്രോഷർ കാണുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പത്രസ്വാതന്ത്ര്യം ആരോഗ്യ മേഖലയിൽ എന്നാണ്, ഹോമിയോ മേഖലയിൽ എന്നല്ല. അപ്പോൾ പത്രസ്വാതന്ത്ര്യം ആരോഗ്യ മേഖലയിൽ എന്നതാണ് ഈ വിഷയം. പക്ഷേ അത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ആണ്, IFPH ആണ് എന്നതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു വിഷയം ഈ ഹോമിയോപ്പതിയുടെ പ്രൊമോഷനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ചികിത്സാ സമ്പ്രദായത്തെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന പ്രായോഗികമായ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സമാഹരിക്കുക എന്നതായിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് ഞാൻ കരുതുകയാണ്. ഇതിലാദ്യം എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇതിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഇഗ്നേഷ്യസ് സാറോട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഈ ലോക പത്രസ്വാതന്ത്ര്യ ദിനവും ഈ ആരോഗ്യ മേഖലയും തമ്മിൽ ഉള്ള ഒരു ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആദ്യം ഒരു ചോദ്യം പത്രപ്രവർത്തകരായ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതാണ്. കാരണം ഈ പത്രസ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്
ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ് സ്വാഗത പ്രാസംഗികൻ. 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ലോകത്ത് പത്രപ്രവർത്തനം ആരംഭിച്ച് നമ്മൾ ഇന്ന് പത്രപ്രവർത്തന രംഗം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു പോവുകയും ചെയ്തു. പക്ഷെ 1993 മുതലാണ് നമ്മളല്ല, യുനെസ്കോയാണ് ഈ പത്ര സ്വാതന്ത്ര്യ ദിനം ആചരിക്കുവാൻ തീരുമാനിച്ചത്. പത്രപ്രവർത്തകർ നേരിടുന്ന, ലോകത്താകെ പത്രപ്രവർത്തകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത്, ഈ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ സാധാരണ പണ്ട് പറഞ്ഞു വരുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ ലോകത്ത് ആയുധ കച്ചവടം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം എന്ന് പറയുന്നത് ഔഷധ കച്ചവടമാണ്. അപ്പോൾ കോടിക്കണക്കായ രൂപയുടെ ഔഷധം വിറ്റഴിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ലോകത്ത് നമ്മുടെ ആരോഗ്യരംഗം. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അലോപ്പതി മേഖല ആയിരിക്കാം. പക്ഷെ എങ്കിലും ഈ രംഗത്ത് നടക്കുന്ന ഒരുപാട് ചൂഷണങ്ങൾ, നേരത്തെ സാറുടെ പറഞ്ഞതുപോലെ അവയവ കച്ചവടം അടക്കം, എന്താ ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു ആധുനിക, സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആഗോള ചന്ത. ആ ആഗോള ചന്തയിലാണ് നമ്മളിന്ന് ചികിത്സ തന്നെ ഒരു വിൽപ്പന ചരക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെബിനാറിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിൽ മുമ്പായി പറയുന്നൊരു കാര്യം, ഈ പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടേക്കല്ലേ വരാം. ഈ നമ്മുടെ ഇന്ന് തന്നെ ആയിരക്കണക്കായ പത്രപ്രവർത്തകർ രക്തസാക്ഷികളാവുകയും വധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം പുതുതായിട്ടല്ല, അത് ലോകത്തെവിടെയും പത്രമാധ്യമങ്ങൾ ഇത് ജനങ്ങളെ അറിയിക്കുവാൻ, ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ഒരു യുദ്ധമുഖത്ത് പ്രവർത്തിക്കേണ്ടി വരുന്ന ലേഖകന്മാരുണ്ട്. അഗ്നിപർവ്വതം പോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കേണ്ടവരുണ്ട്. ഏറ്റവും വലിയ അപകടങ്ങളിൽ പ്രവർത്തിക്കേണ്ടവരുണ്ട്. അവിടെയെല്ലാം പ്രവർത്തിക്കുമ്പോൾ അപകടം മൂലം മരണപ്പെട്ടു പോയിട്ടുള്ള ഒട്ടനവധി പത്രപ്രവർത്തകരുണ്ട്, ഫോട്ടോഗ്രാഫർമാരുണ്ട്, പ്രസ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ട്. അതിലുപരി ഇഷ്ടമല്ലാത്തതെല്ലാം എഴുതപ്പെടുന്നത് കൊണ്ട് വേട്ടയാടപ്പെടുന്ന പത്രപ്രവർത്തകരുണ്ട്. അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ചു പോന്നിട്ടുള്ള, ഇപ്പോഴും ജയിൽവാസം അനുഭവിക്കുന്ന ഈ പത്രപ്രവർത്തകരെല്ലാം ഓർമ്മിക്കുവാനും അവരോട് ആദരവ് പ്രകടിപ്പിക്കാനുമുള്ള ഒരു ദിനം കൂടിയാണ് ഈ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഞാൻ അത്രമാത്രമാണ് അതിൽ പറഞ്ഞു നിർത്തുന്നത്. ലോകത്താകെയുള്ള പത്രപ്രവർത്തകരുടെ സുരക്ഷിതത്വമടക്കം, അതിലുപരി ലോക ജനത ഇതിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് ധാർമ്മികത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ പത്രപ്രവർത്തനം നടത്തുവാനുള്ളൊരു ബാധ്യത കൂടി ഉണ്ട് എന്നതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത്. ഈ ആരോഗ്യ മേഖലയിൽ ഇവിടെ എനിക്ക് തോന്നുന്നത്, നമ്മുടെ നിരവധി ചികിത്സാ സമ്പ്രദായങ്ങൾ ഇന്ത്യയിലുണ്ട്. പലതും നാട്ടുചികിത്സയിൽ നിന്ന് വികാസം പ്രാപിച്ചു വന്നവയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ വിഭാഗമാണ് ഹോമിയോപ്പതി. ആ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള, ഇപ്പോൾ ഹോമിയോപ്പതി മാത്രമല്ല, ഹോമിയോപ്പതിക്ക് മുമ്പുള്ളതിനേക്കാൾ, നേരത്തെ സാർ പറഞ്ഞതുപോലെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഹോമിയോപ്പതിക്ക് മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി പ്രചാരം അല്ലെങ്കിൽ സഹായം ജനങ്ങളുടെ ഇടയിൽ ഈ ചികിത്സാ സമ്പ്രദായത്തെ എത്തിക്കുവാൻ വേണ്ടി ലഭ്യമാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനു വേണ്ടുന്നൊരു മന്ത്രാലയം തന്നെ ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ച് ആയുഷ് എന്ന പേരിൽ ആയുഷ് മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ വിവിധങ്ങളായ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് തമ്മിൽ അനാരോഗ്യകരമായ ഒരു മാത്സര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഒരു ചികിത്സാ സമ്പ്രദായത്തെ, ഒരു ചികിത്സാ രീതി സ്വീകരിക്കുന്നവർ മറ്റൊരു ചികിത്സാ സമ്പ്രദായത്തെ പ്രതിരോധിക്കുവാനോ അത് തെറ്റാണെന്ന് പറയുവാനോ അത് ഗുണകരമാകില്ല എന്ന് പറയുവാനോ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണമെന്നാണ് എനിക്ക്
ഒരു കാര്യം ഇതിനകത്ത് ഈ രംഗത്ത് നിൽക്കുന്നവരോട് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതിൽ ഉദാഹരണം എന്താ വെച്ചാൽ, നമ്മുടെ മുമ്പ് മെഡിക്കോസിൻ്റെ ഒരു സമരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 82, 85, 90 കാലഘട്ടത്തിൽ പോയ വർഷം ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. തിരുവനന്തപുരത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം വലിയൊരു സമരത്തിലായിരുന്നു. ആ സമരത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്തായിരുന്നു വെച്ചാൽ, ശസ്ത്രക്രിയ നടത്തുവാനുള്ള അവകാശം ആയുർവേദ വിദ്യാർത്ഥികൾ കൂടി നൽകുവാൻ സർക്കാർ ഒരു തീരുമാനമെടുത്തപ്പോഴത്തേക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശുശ്രുതൻ, ആ ശുശ്രുതന് പേരുണ്ടായത് തന്നെ ശസ്ത്രക്രിയയിൽ നിന്നാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ആയുർവേദ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. ഞാനിവിടെ പറയാൻ പോയ ഒരു പ്രധാന വിഷയം അതല്ല. എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സയൻസ് ജേർണലിസ്റ്റ് കേരളത്തിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ ബഹ്റിനിലാണ്, ഡോക്ടറാണ്. നിങ്ങൾക്ക് പലരും അറിയാവുന്ന ഒരാളാണ്, വേണു തോന്നിക്കൽ. അദ്ദേഹം ഒരു സയൻസ് ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് ആയുർവേദ ആശുപത്രിയിൽ 2 വർഷം പഠിച്ചിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മെഡിക്കോസിൻ്റെ സമരം നടക്കുന്ന സമയത്ത് അദ്ദേഹം കേരള കൗമുദി പത്രത്തിൻ്റെ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൻ്റെ പേര് എൻ്റെ കാലിൽ മുള്ളുകൊണ്ടാൽ. എഡിറ്റ് പേജിൽ വന്ന ഒരു ലേഖനമായിരുന്നു അത്. എൻ്റെ കാലിൽ മുള്ളുകൊണ്ടാൽ എന്നതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അത് അദ്ദേഹം ഉദ്ദേശിച്ചത്രേ ഉള്ളായിരുന്നു, എൻ്റെ കാലിൽ മുള്ളുകൊണ്ടാൽ അത് എങ്ങനെ എടുക്കണം, അത് അലോപ്പതിയെ കാണിക്കണോ, ആയുർവേദക്കാരനെ കാണിക്കണോ, നാട്ടുവൈദ്യനെ കാണിക്കണോ, ഒരു പിന്ന് കൊണ്ട് എടുക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുള്ളതാണ്, അതായത് രോഗിക്കുള്ളതാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ ആര് നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കും പതിച്ചു നൽകിയിട്ടില്ല എന്ന് പറയുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അതിൽ ശ്രമിച്ചിരുന്നത്. ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ആ കോഫി ഹൗസിൽ ഒരിക്കൽ ഉച്ചയ്ക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുറ്റും കുറച്ച് ഡോക്ടർമാർ വന്നിരുന്നു, പഠിക്കുന്നവരായ വിദ്യാർത്ഥികൾ വന്നിരുന്നു. അപ്പോൾ അവർ വന്നിരുന്നിട്ട് ഇദ്ദേഹം നിൻ്റെ കാലിൽ മുള്ളു കൊണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. സംഗതി അവിടെ ഇരുന്നാൽ ഇത് വശക്കേട്ടാണെന്ന് മനസ്സിലായി. അദ്ദേഹം കൈ കഴുകാനെന്ന വേദന അതുവഴി ഇറങ്ങി ഇന്ത്യൻ ഓഫീസിൻ്റെ അടുക്കളയിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു എന്നൊരു കഥയുണ്ട്. അതൊരു പച്ചയായ സത്യമാണ്. 2 ദിവസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, ബഹ്റിനിൽ നിന്നും വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യം അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ പറഞ്ഞെന്താ വെച്ചാൽ, ചികിത്സാ സമ്പ്രദായങ്ങളെ ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരാൻ പാടില്ല എന്ന ഒരു ചിന്ത. പനി വന്നാൽ ഏത് ചികിത്സ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അലോപ്പതി തന്നെ നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ഹോമിയോയെ ആശ്രയിക്കാം, നമുക്ക് സിദ്ധയെ ആശ്രയിക്കാം, നമുക്ക് ഹോമിയോയെ ആശ്രയിക്കാം. അത് രോഗിയുടെ അവകാശമാണ്. ഇവിടെ ഒരു പ്രശ്നം ഞാൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഈ ചികിത്സാ രംഗത്ത് നടക്കുന്ന സാധാരണ മനുഷ്യന് കുറഞ്ഞ ചിലവിൽ മെച്ചമായ ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുന്ന നിരവധി ചികിത്സാ സമ്പ്രദായങ്ങളെ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ള കാരണം. എന്താ വെച്ചാൽ, നമ്മുടെ കേരളം പോലെ അല്ല ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഇന്ത്യയിൽ. എത്രയോ കിലോമീറ്ററുകൾ നടന്നു വേണം ഒരു പ്രസവിക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രി കണ്ടെത്താൻ ഇന്ത്യക്കകത്ത്. അങ്ങനെയുള്ള അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മെച്ചപ്പെട്ട ഒരു ചികിത്സാ സംവിധാനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത്. ഇവിടെ പ്രസക്തമായ ഈ ഒരു പ്രശ്നം വരുന്നത്, ഈ പത്രസ്വാതന്ത്ര്യം ആരോഗ്യ മേഖലയിൽ എന്ന വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഹോമിയോപ്പതിക്ക് നമ്മുടെ രാജ്യത്ത് ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ, ഇപ്പം എൻ്റെ എല്ലാം കൊച്ചുനാളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹോമിയോപ്പതി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കുട്ടികൾക്ക് മണ്ണൻ എന്ന് പറയുന്ന അസുഖം വരുമ്പോഴാണ്. മണ്ണൻ എന്ന് പറയുന്ന അസുഖം കുട്ടികളെ സ്വാഭാവികം വരുന്നതാണ്. അപ്പോൾ പ്രധാനമായി ആളുകൾ ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് അതിന് മരുന്ന് വാങ്ങി കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ കുറയുന്ന ഒരു അസുഖം എന്ന നിലക്കാണ്. ഹോമിയോപ്പതിക്ക് വലിയൊരു പ്രചാരം നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലാതിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ആ ചികിത്സാ സമ്പ്രദായം വളരെയധികം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമ്മൾ ഇത് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ കഴിഞ്ഞ 1700-ലധികം ലക്കങ്ങൾ അവസാനിച്ചു കഴിഞ്ഞ ഇതിനകത്ത്
ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു കാര്യമായിരിക്കാം അത്. ഇപ്പം നമുക്കറിയാം, ഇത് 1790 ജർമ്മൻ ബിഷപ്പുകാരനായിരുന്ന സാമുവൽ ഹാൻമാൻ ആവിഷ്കരിച്ചതാണ് ഒരു നൂതന ചികിത്സാ സമ്പ്രദായമാണ് നമ്മുടെ ഹോമിയോപ്പതി എങ്കിലും അത് ഇന്ത്യക്കകത്ത് അതിലൊരു അംഗീകാരം കിട്ടി വരുന്നത് ഏകദേശം 1839 അന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. പഞ്ചാബ് പ്രവിശ്യയിലാണ് അങ്ങനെ ഹോമിയോപ്പതിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു അംഗീകാരം ലഭ്യമാകുന്നത്. 1943 ബംഗാൾ സർക്കാർ ആദ്യമായി ഒരു അധ്യയന വിഭാഗം, ഒരു പഠന വിഭാഗം ഹോമിയോപ്പതിക്ക് വേണ്ടി ആരംഭിക്കുന്നത് 1943 ഇത് തുടങ്ങുന്നത് നമുക്കറിയാം 1790 ആണ് ജർമ്മനിയിൽ ഡോക്ടർ ഹാനിമാൻ ഇതിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഹോമിയോയുടെ പ്രചാരകരായി വരുന്നത്. 1920 തെക്കൻ തിരുവിതാംകൂറിൽ കോളറ എന്ന് പറയുന്ന രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കൊടുത്ത മരുന്ന്, ഹോമിയോ മരുന്ന് വളരെയധികം ഫലപ്രദമായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് ഈ ചികിത്സാ സമ്പ്രദായത്തോടൊരു വലിയ മതിപ്പ് തോന്നുകയും അദ്ദേഹം അതിനെ അംഗീകരിക്കുവാനുള്ള ശ്രമം നടത്തുകയും 1928 ശ്രീമൂലം പ്രജാസഭയിൽ ഡോക്ടർ എം.എൻ. പിള്ള, ആ പ്രജാസഭയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ എം.എൻ. പിള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം അവതരിപ്പിച്ചതോടുകൂടിയാണ് കേരളത്തിൽ ഇതിനൊരു ഔദ്യോഗിക അംഗീകാരം ഹോമിയോപ്പതിക്ക് ലഭ്യമാകുന്നത്. 1928 1943 പാസ്സാക്കിയ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബില്ലിൽ ഹോമിയോപ്പതിയെ കൂടി അതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ 1957 നമുക്കറിയാം. 1957 തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മന്ത്രിസഭയിലെ ഡോക്ടർ AR മേനോൻ, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ AR മേനോനാണ് സർക്കാർ ഉടമസ്ഥയിൽ ആശുപത്രി ആരംഭിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് EMS മന്ത്രിസഭയിൽ. 1958 ആദ്യമായിട്ടുള്ള ഹോമിയോ ഡിസ്പെൻസറി തിരുവനന്തപുരത്ത് ആരംഭിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ്. ആ വർഷം തന്നെ 1958 തന്നെയാണ് കോട്ടയം കുറിച്ചിയിൽ ഒരു ഹോമിയോ കോളേജ് ആരംഭിക്കുന്നതും ആദ്യം 4.5 വർഷക്കാലമുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ആരംഭിച്ചത്. കാരണം പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ചില ഡോക്ടർമാർ ഡിപ്ലോമ ഇൻ ഹോമിയോ മെഡിസിൻ, DMH എന്നാണ് ഡോക്ടർമാരെ പേരെഴുതിയിട്ട് വെച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഹോമിയോ മെഡിസിൻ എന്നായിരുന്നു. അന്ന് ഡിപ്ലോമ കോഴ്സാണ് ആദ്യം ആരംഭിക്കുന്നത്. എന്നാൽ 1975 സർക്കാർ തന്നെ ഒരു ഹോമിയോ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ഒരു ഹോമിയോ മെഡിക്കൽ കോളേജ് 5.5 വർഷം ബിരുദ കോഴ്സ് ആരംഭിച്ചു. 83 തിരുവനന്തപുരത്തും ഹോമിയോ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. 1968 മുതലാണ് ഈ ഹോമിയോപ്പതിക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രചാരം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഡിസ്പെൻസറികൾ ആരംഭിക്കുവാനുള്ള ഔദ്യോഗികമായൊരു തീരുമാനം ഉണ്ടാകുന്നത് അപ്പോഴാണ്. എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഈ ഹോമിയോ ചികിത്സാ രംഗത്ത് ഇന്ന് നിലവിലിരിക്കുന്ന, അതിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിലേറ്റവും പ്രധാനമായൊരു കാര്യം, ഈ ഹോമിയോ ചികിത്സാ രംഗത്ത് ഇന്ന് അത്ഭുതാവഹമായ നേട്ടങ്ങളാണ് ആ ചികിത്സാ രംഗം കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് പോത്തങ്കോട് തന്നെ ഞങ്ങളുടെ പോത്തങ്കോട് റൂറൽ പ്രസ് ക്ലബിനോട് ചേർന്ന ഒരു മുറിയാണ് പോത്തങ്കോട് ഹോമിയോ ഡിസ്പെൻസറിയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ദൈനംദിനം വന്നു പോകുന്ന ഏകദേശം 100-100ഓളം വരുന്ന രോഗികളെ ഞങ്ങൾ കാണുന്നവരാണ്. കുട്ടികൾ മുതൽ യുവാക്കൾ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിലും നല്ല വാർദ്ധക്യമുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ വന്നു പോകുന്ന, എല്ലാ ചികിത്സയ്ക്കും വേണ്ടി പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒന്നായി ഹോമിയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സ്ഥിതിയുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഒരു വിഷയം എനിക്ക് തോന്നുന്നത്, മാധ്യമങ്ങൾ ഈ രംഗത്ത് ചെയ്യേണ്ട ചില പരിപാടികൾക്കും അപ്പുറം നേരത്തെ സാറ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതുള്ളതെന്ന് എനിക്ക് തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ചുരുക്കത്തിലൊരു കാര്യം പറയും. ഞാൻ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ തന്നെ നിലവിൽ നമ്മുടെ ഇവിടെ നിലവിൽ ഹോമിയോപ്പതി നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് വലിയ അഭിമാനവും അതിശയവും തോന്നുന്ന ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങൾ ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഏകദേശം ഒരു
8-10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിരുന്ന സെക്രട്ടറിയിലെ ജീവനക്കാരൻ സുരേഷ് ബാബു, അദ്ദേഹം തിരുവനന്തപുരം ദൂരദർശനിലെ ചില പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു. അവിചാരിതമായി ഞാൻ പെട്ടെന്നൊരിക്കലും നോക്കുമ്പോഴാണ് ദൂരദർശനിലെ ഒരു 10-25 സ്ത്രീകൾ, കുട്ടികൾ, കുടുംബങ്ങളായിരിക്കുകയാണ്. അവർ ഡിസ്കസ് ചെയ്യുന്നൊരു വലിയ വിഷയം യഥാർത്ഥത്തിൽ എൻ്റെ ശ്രദ്ധയിൽ പോലും പെടുന്ന അപ്പോഴാണ്. കുട്ടികളില്ലാതിരുന്ന, വർഷങ്ങളായി വിവാഹിതരായി ഒരു കുട്ടിയെ കാണുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ധാരാളം ദമ്പതികൾക്ക് ഒരു കുഞ്ഞുകാലി കാണുവാൻ ഭാഗ്യമില്ലാതിരുന്ന, അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഹോമിയോ ചികിത്സയിലൂടെ 15 കുടുംബങ്ങൾക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചു എന്ന ഒരു വിഷയം അവതരിപ്പിച്ചതാണ് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു വിഷയം. ഞാൻ ആ സമയത്താണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തയ്യാറായത്. അപ്പം ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് കണ്ണൂരാണ്. ഞാൻ പിന്നീട് സുരേഷ് ബാബുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആദ്യമായി കണ്ണൂരാണ് ഈ ഹോമിയോ ഇങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത്. പിന്നീട് കോഴിക്കോടും പിന്നീട് തിരുവനന്തപുരത്ത്, ഇപ്പോൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും ആ പദ്ധതിക്ക് ഒരു പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജനനി എന്നാണ് അതിൻ്റെ പേര്. ജനനി എന്ന് പറയുന്ന, ആദ്യം അമ്മയും കുഞ്ഞും എന്ന പേരിലാണ് കണ്ണൂരിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ന് നേരത്തെ സാറ് പറഞ്ഞത്, ഈ ചികിത്സാ രംഗത്ത് നിൽക്കുന്നൊരു വലിയ IVF പോലുള്ള നിരവധി ആധുനിക ചികിത്സാ രംഗത്ത് ലക്ഷക്കണക്കായ രൂപ മുടക്കി പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ചികിത്സ നടത്തുന്ന ഭാര്യയും ഭർത്താവും, പുരുഷനും സ്ത്രീയും, നിരവധി ശരീരത്തിൻ്റെ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾക്കെല്ലാം വിധേയമാക്കി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒരു നല്ല ചികിത്സാ സമ്പ്രദായമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഈ ജനനി എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം. അത് ഈ കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും എല്ലാ ജില്ലകളിലും അതിനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചികിത്സാ സമ്പ്രദായത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ, പത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞേക്കാം, പക്ഷെ ചെയ്യുന്നതിനാവശ്യമായ എന്ത് നടപടിയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നൊരു മറു ചോദ്യം ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു സാറേ. എന്താ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ 1990-കൾക്ക് ശേഷം, സമയം പോവുക, 1990-കൾക്ക് ശേഷമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു കമ്മോഡിറ്റിയും വിൽക്കപ്പെടണമെങ്കിൽ, ഉപയോഗിക്കപ്പെടണമെങ്കിൽ പ്രചരണം കൊണ്ടല്ലാതെ അല്ലെങ്കിൽ പരസ്യം കൊണ്ടല്ലാതെ ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തുകയില്ല എന്ന ഒരു പുതിയ ആഗോള ക്രമം നിലവിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഈ ചികിത്സാ സമ്പ്രദായം അടക്കമുള്ള എന്തിനേയും പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ വകുപ്പിന് ഒരു PRO ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. എല്ലാ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു PRO ഉണ്ടാകണം. ആ ഹോമിയോ ചികിത്സാ രംഗത്ത് വരുന്ന വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ഈ ആളുകളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പത്രക്കുറിപ്പുകൾ, അതിനാവശ്യമായ പ്രചാരങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലാ തലത്തിൽ തന്നെ, ഇപ്പോൾ ജില്ലാ ആശുപത്രികളുണ്ട് ഹോമിയോയ്ക്ക്, ആ ജില്ലാ തലത്തിൽ നടത്തുന്ന പരിപാടികൾ അതാത് സ്ഥലങ്ങളിൽ കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം. എന്ന് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നുന്നത് നമുക്ക് 13 ജില്ലാ ആശുപത്രികളുണ്ട് ഈ ഹോമിയോക്ക്, 17 താലൂക്ക് ആശുപത്രികളുണ്ട്, 709 ഡിസ്പെൻസറികളുണ്ട് പഞ്ചായത്തുകളിൽ. എല്ലാ പഞ്ചായത്തുകളിലും ആശുപത്രിയുണ്ട് ഹോമിയോക്ക്, എല്ലാ പഞ്ചായത്തുകളിലും. അതുപോലെ 407 NHM-ന്റെ നിലയിലുള്ള ഡിസ്പെൻസറികളുണ്ട്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ 29 ഡിസ്പെൻസറികൾ ടെമ്പററി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 4 മൊബൈൽ യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞത്, എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഈ ആശുപത്രികളുള്ള ഈ സ്ഥാപനങ്ങൾക്ക് അവിടെ നടക്കുന്ന ചികിത്സാ സമ്പ്രദായത്തെ പ്രചരിപ്പിക്കുന്നതിനാവശ്യമായ, ജനങ്ങളുടെ എത്തിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ ഒരു ഇടപെടൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് എൻ്റെ ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണ്, അല്ലെങ്കിൽ ഒരു പരാതിയാണ്. അത് പരിശോധിക്കപ്പെടണമെന്ന വിനീതമായ ഒരു അപേക്ഷ എനിക്കുണ്ട്. ഇത് മാത്രമല്ല, ഈ ഓരോ വാക്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ചേതന എന്ന് പറയുന്നൊരു പാലിയേറ്റീവ് പദ്ധതിയുണ്ട് ഈ ഹോമിയോപ്പതിക്ക്, ഏറ്റവും ഫലപ്രദമായ പദ്ധതിയാണ്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭവ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പദ്ധതിയുണ്ട്. ശിശു കേന്ദ്രീകൃതമായ സദ്ഗമയ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ അത് നടപ്പാക്കുന്നത് തന്നെ എങ്ങനെ, 19 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, പ്രത്യേകിച്ചും കൗമാരക്കാർക്ക് വേണ്ടിയാണ് നടത്തുന്നതെങ്കിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരുപാട് പ്രയോജനം ചെയ്യുന്നൊരു പദ്ധതി. പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും കൂടെ ചേർന്നാണ് അത് നടത്തേണ്ടത്.
ഇതിൽ അതുപോലെ തന്നെ എന്താ സീതാലയം സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന സ്ത്രീജന്യ രോഗങ്ങൾ മാത്രമല്ല, സ്ത്രീകളെ ബാധിക്കുന്ന മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ സീതാലയം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ സാറേ, നമ്മുടെ ഈ പുനർജനി എന്ന് പറയുന്ന ഈ ലഹരി, മദ്യപാനം, പുകവലി തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഒരു ചികിത്സാ പദ്ധതി തന്നെ പുനർജനി എന്ന പേരിൽ ഹോമിയോ വകുപ്പിന്റെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഈ നമ്മുടെ എപ്പിഡമിക് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഈ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വന്നതിന് ശേഷം, ഈ ആയുഷ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ആയുർവേദം, യുനാനി, ആയുർവേദം, യോഗ, യുനാനി, അതുപോലെ തന്നെ സിദ്ധ, ഹോമിയോ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ആയുഷ് മിഷൻ വന്നത്. ആയുഷ് മിഷൻ കേന്ദ്രത്തിലുമുണ്ട്, അതുപോലെ തന്നെ ആയുഷ് മന്ത്രാലയം കേരളത്തിലുമുണ്ട്, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ആയുഷ് മന്ത്രാലയം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആയുഷ് മിഷൻ വന്നതിന് ശേഷം ഈ മേഖലയിൽ വലിയ നിലയ്ക്കുള്ള സാമ്പത്തിക സഹായം സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പത്രപ്രവർത്തനം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ഫലപ്രദമായി ജനങ്ങളുടെ എത്തിക്കുന്ന പരസ്യം ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് കാരണം ഇതിന് ഹോൾഡിങ്സ് വെക്കുക, ഇതിന് കുറച്ചെങ്കിലും ചെറിയ ഒരു കാര്യമുണ്ട് സാർ, അതിനകത്ത് പ്രധാനപ്പെട്ട ഈ പത്രത്തിൽ പത്ര സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നതിൽ നമ്മൾ തിരുത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നതിന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ പത്ര സ്വാതന്ത്ര്യ ദിനത്തിൽ കൂടി കേട്ടായോ? ഇല്ല, കേൾക്കാം. ഈ പത്ര സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ കൂടി തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇഗ്നേഷ്യസ് സാറ് പറഞ്ഞതുപോലെ വായിക്കാൻ അറിയാവുന്നവരുടെ ഇടയിൽ മാത്രമല്ലേ പത്രം ചെന്നുള്ള കാര്യമുള്ളൂ. പക്ഷേ ഈ പത്രം എന്നത്, അല്ലെങ്കിൽ മാധ്യമം എന്നത്, പത്രം എന്നിടത്ത് മാധ്യമം എന്നത് ഉപയോഗിച്ചാൽ നമ്മുടെ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നിരക്ഷരരുടെ ഇടയിൽ അവർക്കിടയിലേക്ക് വാർത്തയെ എത്തിച്ചു കൊടുക്കുന്നത് പത്രങ്ങളല്ല. അവരുടെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ വാർത്തയെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ റേഡിയോയാണ്, നമ്മുടെ ടെലിവിഷനുകളാണ്. വായിക്കാൻ അറിയാത്തവരുടെ ഇടയിലേക്ക് വാർത്തകൾ അതിവേഗത്തിൽ എത്തിച്ചു കൊടുക്കുന്ന രണ്ട് മീഡിയ റേഡിയോയും ടെലിവിഷനുമാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ഥാനത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. ഒരു ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഈ കേരളത്തിൽ ലക്ഷക്കണക്കായ അന്യദേശ തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ജോലി എടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലൂടെയാണ് അവർ പാട്ട് കേൾക്കുന്നത്, അവർ വാർത്തകൾ അറിയുന്നത്, അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നത്, എല്ലാം അറിയുന്നത്. ഇതിന് അക്ഷരാഭ്യാസം വേണമെന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ആളുകളുടെ ഇടയിലേക്ക് ഈ ചികിത്സാ സമ്പ്രദായത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു ചികിത്സാ സമ്പ്രദായത്തെ സംബന്ധിച്ചും അവരുടെ ഇടയിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിനാവശ്യമായ ഒരു പുതിയ പ്രചരണ പരിപാടി ഈ വകുപ്പ് ആവിഷ്കരിക്കണം. അങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ ഈ സോഷ്യൽ മീഡിയയെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും, ഈ റേഡിയോയും ടെലിവിഷനെയും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും, ഇതിലെല്ലാവരെയും പ്രയോജനപ്പെടുത്തുന്നതിന് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനെല്ലാത്തിനെയും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, നമ്മുടെ ആയുധം നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കേരളത്തിൽ നമുക്ക് 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ആ 941 ഗ്രാമപഞ്ചായത്തുകളിലൂടെ 15,962 ജനപ്രതിനിധികളും വാർഡുകളും നമുക്കുണ്ട്. 182 ബ്ലോക്ക് പഞ്ചായത്തും 6 കോർപ്പറേഷനും 87 മുനിസിപ്പാലിറ്റിയും 14 ജില്ലാ പഞ്ചായത്തും ഉണ്ട്. മൊത്തത്തിൽ 21,908 മെമ്പർമാർ നമ്മുടെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാത്രമായിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഈ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ നമ്മുടെ ഈ വകുപ്പ് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ഡിസ്പെൻസറി നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ അവരെ മനസ്സിലാക്കിക്കുവാൻ ആവശ്യമായ കാര്യം ഈ ജനപ്രതിനിധികളാണ് അത് അറിയേണ്ടത്. ആദ്യമായിട്ട് ആ ജനപ്രതിനിധികളെ അറിയിക്കുവാൻ ആവശ്യമായ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം അതിനകത്ത് ഈ പഞ്ചായത്ത് വകുപ്പും നമ്മുടെ ആരോഗ്യ വകുപ്പും, അല്ലെങ്കിൽ അത് ഹോമിയോ ആവട്ടെ, ആയുഷ് ആവട്ടെ, ആയുർവേദമാവട്ടെ, മറ്റെന്തും ആകട്ടെ, അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ പുതിയ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ കൊണ്ട് ഇന്ന ഗുണങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ ഈ ഡിസ്പെൻസറിയിലുണ്ട്, ഇന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്, ഇവിടെ ഇല്ലെങ്കിൽ ഇന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ ജില്ലയിലെ ഈ നമ്മുടെ
ആശുപത്രികളിലുണ്ട്, നമ്മുടെ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഇന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് എന്ന് ആദ്യം പറയാൻ, പഠിപ്പിക്കാൻ, ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ജനപ്രതിനിധികളെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2, റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഇതിൻ്റെ പ്രചരണം, ഈ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടുന്ന ബോധപൂർവമായ ഒരു ശ്രമം ഈ ആയുഷ് ഡിപ്പാർട്ട്മെന്റിലൂടെ, ഇപ്പോൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആയുഷിന്റെ അംഗീകാരത്തോടെ പറ്റുള്ളൂ. ആയുഷ് ഡിപ്പാർട്ട്മെന്റിലൂടെ നടത്തുന്നതിനാവശ്യമായ ഒരു നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഞാൻ തന്നെ കൊടുത്തിട്ടുള്ള വാർത്ത എനിക്ക് തോന്നുന്നത് NABH അംഗീകാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആയുഷിന്റെ, അത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ, ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 വിഭാഗങ്ങൾ, നാച്ചുറോപ്പതി അടക്കമുള്ള ഈ 5 വിഭാഗങ്ങളിൽ ഏകദേശം അതിലെനിക്ക് തോന്നുന്നത് എത്ര 38 ഹോമിയോ ഡിസ്പെൻസറികൾക്കും NABH അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ദേശീയ ഗുണനിലവാര അംഗീകാരം. ആ ദേശീയ ഗുണനിലവാര അംഗീകാരം എന്ന് പറയുന്നത്, അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന NABHന്റെ അംഗീകാരം നമ്മുടെ കേരളത്തിൽ എത്ര, എനിക്ക് തോന്നുന്നത് ഹെൽത്ത് കെയർ 61 ആയുർവേദ ആശുപത്രിക്കും 1 സിദ്ധയ്ക്കും 38 ഹോമിയോ ഡിസ്പെൻസറികൾക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ചികിത്സാ സമ്പ്രദായം അത്രയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ ഈ പത്രങ്ങളുടെ പങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഈ പത്രം എന്നതങ്ങ് മാറ്റിയിട്ട് മീഡിയാസിന്റെ പങ്ക് എന്ന നിലയിലേക്ക് തന്നെ കാണുകയും അതിൽ സോഷ്യൽ മീഡിയ കൂടി, ഇതിലൊരു അപകടം കൂടിയുണ്ട് സാർ. ഏറ്റവും പ്രധാനത ഇതിലല്ല ആ പ്രശ്നം. നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഏറ്റവും കൂടുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഈ നാട്ടുവൈദ്യത്തിന്റെയും അതുപോലെ തന്നെ ആയുർവേദ രംഗത്തിന്റെയും പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ ആയുർവേദ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ തെറ്റിദ്ധാരണയും കൊള്ളയടിക്കലും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല. പക്ഷേ അത് ഹോമിയോ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഹോമിയോ രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന ഈ പദ്ധതികളെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയയെ കൂടി നന്നായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രചരണ വിഭാഗം, അത് ഹോമിയോ ഡിപ്പാർട്ട്മെന്റാണ് ആദ്യം ആവിഷ്കരിക്കേണ്ടത്. അത് ആവിഷ്കരിച്ചുകൊണ്ട് അതിനാവശ്യമായ പദ്ധതികൾ ചെയ്താൽ തീർച്ചയായും ഇത്തരത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ, ചികിത്സാ സമ്പ്രദായങ്ങളുടെ നേട്ടങ്ങൾ പത്രമാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. പുതിയ ചികിത്സാ സമ്പ്രദായം, ചിക്കൻ ഗുനിയയ്ക്കെല്ലാം എന്ത് നല്ല സംവിധാനമാണ് നമ്മൾ കൊടുത്തിരുന്നത് ഈ അന്ന് ആ കാലത്ത്. നമ്മളിപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ അതിന് തന്നെ പ്രതിരോധ മരുന്ന് കൊടുത്തു. അതെല്ലാം ജനങ്ങൾ സ്വീകരിച്ചു. അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിന് ഇറങ്ങിച്ചെല്ലുവാൻ ആവശ്യമായ ഒരു തലം ഉണ്ടാക്കേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. അതിന് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏതൊരു ചികിത്സാ സമ്പ്രദായത്തിന്റെയും ഗുണഗണങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ കഴിയണമെങ്കിൽ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് നമ്മളെ കരിക്കുലത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഈ സിലബസിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റണം. ഹോമിയോയ്ക്ക് ഇന്ന ഗുണങ്ങളുണ്ടെന്നും നമ്മുടെ മോഡേൺ മെഡിസിന് ഗുണങ്ങളുണ്ടെന്നും നമ്മുടെ ആയുർവേദത്തിന് ഗുണങ്ങളുണ്ടെന്നും യോഗയ്ക്ക് ഇന്നതുണ്ടെന്നും എല്ലാം പറയുവാനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ്, അടിസ്ഥാനപരമായ അറിവ് ഓരോ ചികിത്സാ സമ്പ്രദായത്തെയും കുറിച്ച് നൽകുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിന് ആവശ്യമായ മാറ്റം വരുത്തുവാൻ. ഇതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഇതെല്ലാം ഫാസ്റ്റായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് ഈ ആധുനിക കാലത്ത്. അതിന് വേണ്ടുന്നൊരു സമ്മർദ്ദം വളരെ വേഗത്തിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ MP-മാരെയും MLA-മാരെയും നമ്മുടെ മന്ത്രിമാരെയും അവിടെ ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ആളുകൾക്ക് അപ്പുറം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ IFPH പോലെയോ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർമാരുടെ തന്നെ, റിട്ടയർഡ് ഡോക്ടർമാരുടെ തന്നെ ഒരു സംഘടന ഉണ്ടാക്കിയാൽ അവർക്ക് പറയുന്നത് ഈ സർക്കാരിന്റെ മുഖത്ത് നിന്ന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശക്തമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് ഇത് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരു സമ്പ്രദായം നമുക്ക് സ്വീകരിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള അവബോധം നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, വളർന്നു വരുന്നവർക്ക് എല്ലാ ചികിത്സാ സമ്പ്രദായത്തിന്റെയും ഗുണത്തെക്കുറിച്ചിട്ട് അപ്പോൾ അവർ തിരഞ്ഞെടുത്തോളും ഈ ഇന്ന രോഗത്തിന് എന്ത് ചികിത്സ സ്വീകരിക്കണം, ഏത് ചികിത്സ സ്വീകരിക്കണം, ഇതിന് ആയുർവേദം സ്വീകരിക്കണോ, മോഡേൺ മെഡിസിൻ സ്വീകരിക്കണോ, ഹോമിയോ സ്വീകരിക്കണോ. ആ ഹോമിയോക്ക് ഇന്ന് നിലവിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യങ്ങളെ നമുക്ക് നിലവിലുള്ളതിനെ പ്രയോജനപ്പെടുത്തിയാൽ അത് കോടാനുകോടി മനുഷ്യർക്ക് ഇനിയും പ്രയോജനപ്പെടും. അപ്പൊ ആ രീതിയിൽ ഈ സമ്പ്രദായം ഇത് അത്രത്തെ ഏറെ നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഫലപ്രദമാക്കണം എന്ന ഒരു കാര്യമാണ് എനിക്കിത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എൻ്റെ സമയം
അതിക്രമിച്ചിരിക്കുന്നു ഇല്ലേ സാറേ? അതെ അതെ സാർ. എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞില്ല. പിന്നെ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം കുടുംബശ്രീയെ കുറിച്ചായിരുന്നു. പിന്നെ ഒരു സാറേ ഒറ്റ കാര്യം കൂടെ, ഒരു ജേണൽ ഇതുവരെയും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് നമ്മുടെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നുള്ളത് പ്രധാന കാര്യം. പബ്ലിക്കിനിടയിൽ ഒരു ന്യൂസ് ലെറ്ററെങ്കിലും നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം. ഒരു ഇന്റേണൽ ജേണൽ കൊണ്ട് മാത്രം കാര്യമില്ല. ജനങ്ങളുടെ മാത്രമല്ല, ഇപ്പോൾ നിരവധി ആരോഗ്യ മാസികകളുണ്ട്. ഇതൊന്നിലും ഹോമിയോയ്ക്ക് ഒരു പ്രാധാന്യം വരുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് ആ രീതിയിൽ എഴുതുന്ന ആളുകളില്ല, അതിനൊരു പ്രചാരം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ളതിൽ ധാരാളമായി എഴുതുവാനും ഇത് പ്രചരിപ്പിക്കുവാനും ശ്രമം നടത്തുന്നതോടൊപ്പം ഒരു ന്യൂസ് ലെറ്ററെങ്കിലും പബ്ലിക്കിന് വേണ്ടി പ്രസിദ്ധീകരിക്കുവാനും ഐഷുവിന് ഇഷ്ടംപോലെ പണമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആവശ്യത്തിന് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ രംഗത്തെ ചികിത്സാ സമ്പ്രദായം ജനങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരു ജേണൽ കൂടി പ്രസിദ്ധീകരിക്കുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ വെബിനാറിന് ക്ഷണിച്ചതിൽ അത്യധികമായി നന്ദി രേഖപ്പെടുത്തുന്നു. കുറേ പോരായ്മകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം നിങ്ങൾ സഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി, നമസ്കാരം. നന്ദി സാർ. അപ്പൊ നമുക്ക് പരിപാടി അവസാനിക്കാൻ സമയമാകുന്നു. ഡോക്ടർ ഷൈലെ ആദരവ് ക്ഷണിക്കുന്നു. നന്ദി പറയുന്നു. ഡോക്ടർ ഷൈലെ അൺമ്യൂട്ട് ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടാണേ. എല്ലാവർക്കും നമസ്കാരം. ലോക പത്ര സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷനിൽ നടന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഉചിതമായ അതിഥികളെ തന്നെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് സാറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാം ഉണ്ടെന്നറിഞ്ഞത് വളരെ സന്തോഷം. അദ്ദേഹം നമ്മുടെ ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനായി നമ്മുടെ VIP-കളായിട്ടുള്ള നമ്മുടെ ചികിത്സ സ്വീകരിക്കുന്നവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുകയും അവരെ ഇതിൽ കൊണ്ടുവരികയും അവരെ കൊണ്ടെല്ലാം അഭിപ്രായങ്ങൾ പറയിക്കുകയും ചെയ്ത് നമ്മുടെ ഈ ഹോമിയോപ്പതിയുടെ നിലവാരം ഇനിയും മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹോമിയോപ്പതിയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നമ്മളോടൊപ്പം എത്തുകയും നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള ആദരപൂർവമുള്ള നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ എല്ലാവരെയും കണ്ണു തുറപ്പിച്ച, അതുപോലെ ഇനി എന്തൊക്കെയാണ് ഇനി ഈ ഹോമിയോപ്പതിയുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, അത് പത്രം മാത്രമല്ല, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, അവിടുത്തെ പ്രതിനിധികൾ, ഇവരൊക്കെ വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് സാറ് പറഞ്ഞത്. സാറിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ഹോമിയോപ്പതിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാറ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന അനുഭവം കൂടി കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അദ്ദേഹവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഇനി അതെല്ലാം സാറ് പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ ആശംസാ പ്രസംഗം നടത്തുവാനായി എത്തിയ കേരള കൗമുദി അസിസ്റ്റന്റ് മാനേജർ PMD സർക്കുലേഷൻ കേരള കൗമുദി കലാ SD മാഡം, അവര് നമ്മളോടൊപ്പം എപ്പോഴും സഹകരിക്കുകയും നമ്മുടെ വാർത്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും നമ്മളോടൊപ്പം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന മാഡത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലു രാജൻ, അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുകയും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ സൂം പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനും ശ്രമിക്കുന്ന ഇന്നത്തെ മോഡറേറ്റർ കൂടിയായ ഡോക്ടർ മനോജ്, അദ്ദേഹത്തിനുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുക സമയമായി. എന്തായാലും 1706 ദിവസം വളരെ വ്യത്യസ്തമായിരുന്നു.
നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.